ജനാർദ്ദനക്കുറുപ്പാണ്. നമ്മൾ കുണ്ടലി തന്ത്രത്തിലെ പഞ്ചഭൂത ധ്യാനം ആണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഭൂമി തത്വധ്യാനവും ജലതത്വധ്യാനത്തെപ്പറ്റിയും പറഞ്ഞു. ഇന്ന് നമ്മൾ അഗ്നി തത്വധ്യാനമാണ് പറയുന്നത്. ഗുദം മുതൽ ഹൃദയം വരെയുള്ള ഭാഗത്തിനെയാണ് അഗ്ന്യംശം. ശരീരത്തിലെ ദഹന പ്രക്രിയയൊക്കെ നടക്കുന്നത് അവിടെയാണല്ലോ. അഗ്നിഭൂതത്തെ ധ്യാനിച്ച് അവിടെ സ്വീകരിക്കാം. രം എന്നുള്ളതാണ് അഗ്നി ബീജമന്ത്രം. തള്ളവിരലാണ് അഗ്നി. തള്ളവിരൽ തുടങ്ങുന്ന മടക്കി ഭൂമി വിരലായ മോതിരവിരൽ ചേർത്ത് വയ്ക്കുക. അതായത് തള്ളവിരലിൻ്റെ കടയ്ക്ക് ഭൂമി വിരലായിട്ടുള്ള മോതിരവിരലിൻ്റെ അറ്റം കൊണ്ട് ചേർത്ത് പിടിക്കുക. തള്ളവിരലുകൊണ്ട് അല്പം അമർത്തുക. മറ്റു 3 വിരലും നിർത്തിപ്പിടിക്കുക. ഇത് അഗ്നിമുദ്രയാണ്. സൂര്യമുദ്ര എന്നും പറയും. അഗ്നി ത്രികോണത്തോടു കൂടി ചുവന്ന നിറമുള്ളതും രം യുക്തവുമാണ് അഗ്നി. ഒരു ത്രികോണം, അഗ്നി കൊണ്ടുള്ളൊരു ത്രികോണം, അതിൽ ചുവന്ന നിറം രം എന്നുള്ള അഗ്നി ബീജമന്ത്രം കടും ചുവപ്പായിട്ട് അങ്ങനെ വിചാരിക്കണം. അങ്ങനെ ചേർത്ത് ത്രിനേത്രനും വരദനും തരുണാദിത്യ സമാനും ഭസ്മധൂളിത സർവാംഗനായ രുദ്രനെ, ഭസ്മധൂളിത സർവാംഗൻ, ഭസ്മം ദേഹം മുഴുവൻ നിറച്ചിട്ടുള്ള ഒരു അഘോര രൂപിയായിട്ടുള്ള രുദ്രനെയാണ് അവിടെ നോക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. അങ്ങനെ 2 മിനിറ്റ് ധ്യാനിച്ചാൽ അഗ്നി കൊണ്ട് അഗ്നിയുടെ ദോഷം തീരും. അഗ്നി കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല. കത്തുന്ന തീയിൽ കൂടി നടന്നാലും ദഹിക്കപ്പെടുകയില്ല. പരിശീലനം കൊണ്ട് മാത്രമേ സഹായിക്കുള്ളൂ. അഗ്നിയെ അഗ്നിഭൂതത്തിലും അതിൻ്റെ അവയവങ്ങളിലും ചേർത്ത് ധ്യാനിക്കുക. എന്നുവെച്ചാൽ ഗുദം മുതൽ ഹൃദയം വരെയുള്ള എല്ലാ അവയവങ്ങളിലും, കരൾ, ആമാശയം, പ്ലീഹ, കിഡ്നി, അങ്ങനെയുള്ള എല്ലാ കുടലുകൾ, അങ്ങനെയുള്ള എല്ലാ അവയവങ്ങളിലും ചേർത്ത് ധ്യാനിക്കണം. ഗുരുവിന് അഗ്നിബീജ മന്ത്രം രം മണിപൂരത്തിലും ഹൃദയം മുതൽ അടിവയർ വരെയും ദീക്ഷ ചെയ്ത് കിട്ടിയാൽ നന്നാകും. വായു തത്വധ്യാനം. ഹൃദയം മുതൽ ഭ്രൂമധ്യം. ഭ്രൂമധ്യം വെച്ചാൽ നെറ്റിയിൽ പുരികങ്ങൾ രണ്ടും ചേരുന്ന പോയിൻ്റ്, അതാണ് ഭ്രൂമധ്യം. അവിടെ എത്രയാണ്? ഹൃദയം മുതൽ ഭ്രൂമധ്യം വരെ വായുവിൻ്റെ അംശമാണ്. ഇവിടെ വായുവിനെ ധ്യാനിച്ച് ആവാഹിക്കണം. വായുവിനെ മനസ്സുകൊണ്ട് ആവാഹിക്കണം. വായുബീജമന്ത്രമായി യം ജപിക്കണം. സത്യം എന്നുള്ളതിൽ യം ആണ് വായുബീജമന്ത്രം. ചൂണ്ടുവിരലാണ് പ്രാണൻ, വായു. ചൂണ്ടുവിരൽ വായു. അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, അങ്ങനെയാണ് ക്രമത്തിൽ വിരലുകളുടെ പഞ്ചഭൂതകാരകത്വം. തള്ളവിരൽ കൊണ്ട് ചൂണ്ടുവിരലിനെ പതുക്കെ അമർത്തുക. ചൂണ്ടുവിരൽ അഗ്നിവിരലെ തള്ളവിരലിൻ്റെ കടക്കൽ ചേർത്ത് വയ്ക്കുക. ചൂണ്ടുവിരൽ തള്ളവിരലിൻ്റെ കടക്കൽ ചേർത്ത് വയ്ക്കുക. തള്ളവിരൽ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തുക. മറ്റു വിരലുകൾ നിർത്തിപ്പിടിക്കുക. ഇത് വായുമുദ്രയായി. വായുതത്വം 6 കൊണ്ടുള്ളതും കൃഷ്ണവർണ്ണം എന്ന് വെച്ചാൽ കറുത്ത നിറവും യകാരയുക്തവുമാണ്. വായുസ്ഥാനത്ത് യകാരത്തോടു കൂടി വിശുദ്ധോമുഖനും സർവജ്ഞനും ഈശ്വരനെ ധ്യാനിക്കണം. അങ്ങനെ ദിവസം 2 മിനിറ്റ് വീതം വായുധ്യാനം നടത്തിയാൽ വായുവിനെ പോലെ ആകാശചാരിയായിത്തീരും. ഇങ്ങനെയുള്ള യോഗിക്ക് വായുവിനെ അല്പം പോലും ഭയപ്പെടേണ്ടതില്ല. വായുദോഷം മൂലം സാധകൻ മരിക്കില്ല. വായു കോപിക്കുക അങ്ങനെയില്ല. വായുവിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ശ്വാസകോശങ്ങളാണ്. നമ്മൾ മൂക്കൊണ്ട് ശ്വാസം വലിക്കുന്നു. അപ്പോൾ മൂക്ക് വരെ ശ്വാസത്തിൻ്റെ വായുവിൻ്റെ ഭാഗമായി. പിന്നെ വായു കൊണ്ട് ശ്വാസം വലിക്കുന്നു. അപ്പോഴും വായുവും അതിൽ വരും. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ കുഴലുകളൊക്കെ കഴുത്തിൽ കൂടെ പോവുക. പിന്നെ നെഞ്ചിലിക്കണത് പോവുക. വായു നേരിട്ട് തന്നെ വായു ശ്വാസകോശത്തിലേക്കും പോവും. പിന്നെ വായു വിഴുങ്ങിയാൽ ആമാശയത്തിലേക്കും പോവും. ഹൃദയം വരന് മുകളിലാണ് ഈ ശ്വാസകോശം നിൽക്കുന്നത്. അപ്പോൾ വായു ശുദ്ധമായി ശ്വാസകോശം നന്നായാൽ മാത്രമേ രക്തം ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഹൃദയം മുതൽ
ഭ്രൂമധ്യം എന്ന് വെച്ചാൽ പുരികമധ്യം വരെയുള്ള സ്ഥലം ആണ് വായുവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് വായുമുദ്രയിലിരുന്ന് 2 മിനിറ്റ് നേരം ധ്യാനിക്കുക. അങ്ങനെ ദിവസവും ധ്യാനിക്കുക. ക്രമത്തിൽ വായു, കോപം എല്ലാം നിൽക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീരും. അഗ്നിതത്വ ധ്യാനം കൊണ്ട് വയറ് ശുദ്ധാവും, മലബന്ധങ്ങൾ ഒഴിയും, എല്ലാ കാര്യങ്ങളും നടക്കും. വായുതത്വ ധ്യാനം കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം തന്നെ മെച്ചപ്പെടും, ധാരാളം ഓക്സിജൻ ശരീരത്തിൽ കയറും. അങ്ങനെ വായുബന്ധം, മലബന്ധം ഇതിന് രണ്ടിനും ഒഴിവാക്കാൻ അഗ്നിതത്വ ധ്യാനവും വായുതത്വ ധ്യാനവും വളരെ നല്ലതാണ്.